ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് കേരളത്തിൽ നിന്നും ഗൾഫിലെത്തുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷമുള്ള ജോലി അന്വേഷണവും അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവിടെ വന്നപ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കുടഞ്ഞിടുന്നത് പോലെയാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതേപോലെ ഇറാനിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ കാലത്തെ ഒരു തരക്കേടില്ലാത്ത വിദ്യാഭ്യാസവും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരനായ ഞാൻ പോലും, എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു ചിന്ത അന്നും ഇന്നും എനിക്കുണ്ട്. അങ്ങനെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് ഒരു ഇമേജ് മോശമാവും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, വേണ്ട. അങ്ങനെ ഞാൻ പിറ്റേന്ന് മാത്രം ഒരു റെസ്റ്റ് എടുത്തുകൊണ്ട്, അതായത് പത്തേമാരി പോയി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷീണിച്ച് ഈ 72 വയസ്സായ എന്നെ, ഇപ്പോഴത്തെ 72 വയസ്സായതിനേക്കാളും ക്ഷീണമുള്ളൊരു കാലമായിരുന്നു ആ 18 വയസ്സുകാരനായ എനിക്ക്. എന്നിട്ട് പോലും ഞാൻ ജോലി അന്വേഷിച്ചിറക്കിയാണ്. അപ്പം ഞാൻ താമസിച്ചിരുന്നത് ദുബായ് ദൈറയിലെ നായിഫ് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അത് ഇന്നത്തെ ആൾക്കാർക്ക് ആ സ്ഥലം അറിയില്ല, കാരണം ആ പേരൊക്കെ അവർ മാറ്റിയിട്ടുണ്ടാവണം. ആ സ്ഥലത്തിൻ്റെ പേരാണ് സിക്കത്തുൽ ഖൈൽ. അവിടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് വന്ന് താമസിച്ചിരുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് ജോലി അന്വേഷിച്ച് പോകും. അപ്പോൾ ആ ടൗണിൻ്റെ ലേശം ഭാഗത്ത് മാത്രമാണ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറയാവുന്ന മാക്സിമം ഒരു 3 നിലയോ 4 നിലയോ ഉള്ള ബിൽഡിങ്ങുകൾ അവിടെ ഉള്ളു വന്നു. അതൊരു കമേഴ്ഷ്യൽ സെൻറ്റർ പോലെയായിരുന്ന ഭാഗങ്ങളൊക്കെ. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ, കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ അവിടെയും ഇവിടെയുമായിട്ട് ചില്ലറ അറബികളുടെ വീടുകൾ, ഈത്തപ്പനത്തോട്ടങ്ങൾ, അതിനിടയിലൊക്കെ ചെറിയ 1-2 ചെറിയ 2 നിലയോ 3 നിലയോ ഉള്ള ബിൽഡിങ്ങുകൾ. ഇങ്ങനെയാണ് അന്നത്തെ സംവിധാനങ്ങൾ. അപ്പോൾ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് അന്ന് അറിയാവുന്നൊരു ഭാഷ ഹേവനി വേക്കൻസി, അതല്ലെങ്കിൽ കാം ഹേ, ഷുഗൽഫി എന്നുള്ള അറബി വാക്ക് എഴുതി പഠിച്ച് ഇതൊക്കെ ചോദിച്ച് ഓരോ ഫ്ലാറ്റുകളിലും, അതേപോലെ ഓരോ എല്ലാ വിദേശികളുടെയൊക്കെയുള്ള ആളുകളുടെ കമ്പനികളിലൊക്കെ പോകും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും പിടുത്തം കിട്ടാത്തൊരു സംഭവം, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഒരു സാധാരണ ഒരു ഹോട്ടലുകളിൽ ഒരു ജോലി ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. അതൊരു മോശം ജോലിയാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, എന്തോ എനിക്കന്ന് തോന്നിയില്ല. അതോടൊപ്പം ഒരു വൈറ്റ് കോളേഴ്സും എനിക്ക് അന്നും ഇന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന ജോലിയെ ചെയ്യൂ എന്ന ഒരു ക്ലറിക്കൽ ജോബേ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുള്ളൂ എന്നൊരു വാശിയും എനിക്കുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതായിരിക്കാം എൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം. അങ്ങനെ ഞാൻ നടന്നു. ഈ നായിഫ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറേ കൂടി പോകുമ്പോൾ ഒട്ടക മാർക്കറ്റ് ഉണ്ട്. ചുറ്റും പൂഴിമണലാണ്. നടുവിലൂടെ ഒരു, ഇപ്പം ഇന്ന് കേരളത്തിൽ പോലും അങ്ങനത്തെ റോഡുകൾ ഉണ്ടാവുമെന്ന് തോന്നില്ല. അത്രയും മോശമായ ടാറിംഗ് ഒന്നും അത്ര കറക്റ്റ് അല്ലാത്ത റോഡുകളുണ്ട്. ഏറ്റവും വലിയ രസം, ഇന്നൊക്കെ സബ്മർസിബിളായിട്ടോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെയാണ് ഇലക്ട്രിക്കൽ കേബിളൊക്കെ പോകുന്നത്. അന്ന് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മുകളിൽ പോസ്റ്റിൽ കൂടെ ആയിരുന്നു ഇലക്ട്രിക്കൽ ഇതൊക്കെ പോവുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ നിന്ന് നടന്ന് കുറേ നടന്നാൽ അന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊരു റൗണ്ടുകളാണ്, അന്നൊക്കെ റൗണ്ടുകളാണ്, സിഗ്നലുകളല്ല. ഈ റൗണ്ടിൻ്റെ പേരായിരുന്നു, അത് കുറച്ച് ദൂരത്താണ്, ഫിഷ് റൗണ്ട് അബൌട്ട് എന്നാണ് അതിൻ്റെ പേര്. അറബിയിൽ അതിന് ദവാറിൽ സമക്ക് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റൗണ്ടിന് നടുവിലായിട്ട് ഒരു മീൻ ഇങ്ങനെ നിൽക്കുന്നതും ആ മീനിൻ്റെ വായിൽ കൂടെ വെള്ളം വീഴുന്നതായിട്ടുള്ള ഒരു സംവിധാനം, ചെറിയൊരു ഫൗണ്ടൻ പോലെ. അതിനടുത്ത് 2 നിലയുള്ളൊരു ബിൽഡിങ്. അവിടെ ഞാൻ ജോലി അന്വേഷിച്ച് ചെന്നപ്പോൾ, അപ്പോൾ അതിനിടയിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോൾ ഞാൻ ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഞാനല്ല ആരും 2 ദിവസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞാൽ പോലും ആ 2 ദിവസവും മറ്റൊരു ജോലി അപ്പോഴും അന്വേഷിക്കുകയാണ്. വരാൻ പറഞ്ഞാലും ജോലിയുടെ ഹണ്ടിങ് അവസാനിപ്പിക്കുന്നില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ് അവിടെ ജോലിക്ക് വേണ്ടി 2 ദിവസം ജോലിക്ക് എന്നോട് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് മറ്റൊരു ജോലി അന്വേഷിക്കാതിരുന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ വേണ്ട, ഞങ്ങൾ വേറെ ആളെ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പിന്നെ കിട്ടില്ലല്ലോ. അതുകൊണ്ട്
ആ ജോലി ഉറപ്പാവുന്നതുവരെയും ഞാൻ ജോലിക്ക് അന്വേഷിച്ച് നടക്കണം. അങ്ങനെ ദവാർ സമക്ക് ഫിഷ് റൗണ്ട് അബൌട്ടിനടുത്തുള്ള ദക്തൂർ അഹമ്മദ് റാഫത്ത് അൽ മഹറൂസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ, ദക്തൂർ എന്ന് പറയുന്നത് അവരുടെ അറബി വേർഡ്, അദ്ദേഹം ഈജിപ്ഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ ഹൗസ് ബോയ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി ഗൾഫിൽ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ അന്നും ഇന്നും അതിനെപ്പറ്റി പിന്തിരിഞ്ഞ് നോക്കുന്നില്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരനാണ് ഞാൻ, എന്തിനൊരു, പക്ഷെ അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരു ജോലികൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കുള്ള ആളുകൾ എന്നെ ജോലിക്ക് വിളിക്കാനോ കാരണം അതായിരിക്കണം. അങ്ങനെ ഒരു 100 ഖത്തർ ദുബായ് റിയാലാണ് എൻ്റെ ശമ്പളം ഒരു മാസത്തെ. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു മാസത്തെ ശമ്പളമാണത്. അപ്പോൾ ഈ ഖത്തർ ദുബായ് റിയാൽ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വലൻ്റ് ടു നൗ UAE ദിറംസ്, സെയിം 100 ദിറംസ് തന്നെ. അപ്പോൾ ഈ അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ 1-1.5 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ എടുത്തുകൊണ്ട് നടക്കുക, വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇവർ മാർക്കറ്റിങ്ങിന് പർച്ചേസിന് വേണ്ടി പോകുമ്പോൾ ആ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കൊടുക്കുക, വെക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോംലി ഇത് വന്നത്, എന്താ പറയുക, നമ്മുടെ ഹോം സിക്നെസ് വന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായത് ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെപ്പോലെയായി എൻ്റെ ജീവിതം. കാരണം എല്ലാം അവിടെ ഉണ്ട്, പക്ഷേ എനിക്ക് വേറെ എൻ്റെ സ്വന്തക്കാരെ കാണാനോ എൻ്റെ നാട്ടുകാരെ കാണാനോ ബന്ധക്കാരെ കാണാനോ അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിങ്ങിലേക്ക് പോയി ഒന്നിനും പറ്റാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു ലൈഫ്, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായ ലൈഫാണ്. വേറെ യാതൊരു അവിടെ ഒരു ബോസിസമം ഒന്നുമില്ല. അദ്ദേഹം ഈ ഡോക്ടർ ജോലി ചെയ്തിരുന്നത് കുവൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദുബായിലുണ്ട്, ഏതൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ കുവൈറ്റ് ഗവൺമെൻറ്റാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ UAE പണ്ട് സഹായിച്ചിട്ടുള്ളത്. ആ ആസ്പത്രിയിലായിരുന്നു ഈ ഡോക്ടർ, ഒരു ഈജിപ്ഷ്യനായിരുന്നു. അങ്ങനെ ഞാനൊരു വളരെ എനിക്കറിയാവുന്ന അറബി ഭാഷയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയോ ഒക്കെ എടുത്ത് ഇവരോട് ഞാൻ പറയും എനിക്കൊന്ന് ജ്യേഷ്ഠന്മാരെ കാണണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തമാശകളും അവരുടെ വർത്തമാനങ്ങളും മറ്റൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇവർ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോയിക്കോളാൻ സമ്മതം തരും. അങ്ങനെ എന്നെ അബ്ര ക്രീക്കിൽ കൊണ്ടുവന്ന് ഇറക്കും. അവിടെ നിന്ന് ഞാൻ നടന്ന് അവർ മറ്റേ ജ്യേഷ്ഠൻ താമസിക്കുന്ന അവരുടെ വീട്ടിലേക്ക് ചെല്ലും, റൂമിലേക്ക് ചെല്ലും. അതൊരു ഇന്ന് ബംഗാളികൾ താമസിക്കുന്ന പോലെയുള്ള താഴെ സിമെൻറ്റ് ഉള്ള, മുകളിൽ വെറും അലൂമിനിയം ഫാബ്രിക്കേറ്റ് ഇത് ചെയ്തിട്ടുള്ള ചില ചോപ്പടുകൾ പോലെ. അങ്ങനെ പിറ്റേന്ന് കാലത്ത് ഈ അബ്ര വഴിക്ക് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ ആ വരുന്ന വഴിയിൽ എനിക്ക് ഇന്നും ഓർമ്മയുള്ളതാണ്, ആൾക്കാർക്ക് അതിൻ്റെ ഒരു രൂപം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. വരുന്നതിൻ്റെ കുറച്ചിങ്ങ് നീങ്ങുമ്പോഴാണ് പിന്നെ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്, പിന്നെ FNCB എന്ന് പറയുന്ന ഫസ്റ്റ് നാഷണൽ സിറ്റി ബാങ്ക്, അത് സിറ്റി ബാങ്കായി മാറി. അവിടെ തന്നെയാണ് ജനറൽ പോസ്റ്റ് ഓഫീസ് ദുബായ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഇടുങ്ങിയ റോഡ്, എന്ന് വെച്ചാൽ 2 സൈഡിലും ഷോപ്പുകളായിട്ട് നടുവിൽ കൂടെ കാർ, അവിടെ ട്രാഫിക് അലൗഡ് അല്ല, പക്ഷേ അറബി പിള്ളേർ വണ്ടിയൊക്കെ കൂടെ ഓടിച്ചുകൊണ്ട് പോകും. അത്രയും അവർ സ്പീഡിൽ ഓടിക്കും. അവർക്ക് പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമല്ല. അതിൻ്റെ സൈഡിലുള്ള ചെറിയ ഷോപ്സ്, ആ ഷോപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനികളുടെ ഹുക്കുകൾ വലിക്കാൻ വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകൾ, പുക വലിക്കുന്ന ഷോപ്പുകൾ, അതേപോലെ തന്നെ ഗ്രോസറി ഷോപ്പുകളൊക്കെ ഇറാനികളുടേതായിരുന്നു. പിന്നെ ഒരു ചെറിയ ഷോപ്പ് കാണുന്ന ഒരു മലയാളിയുടെ കഫറ്റീരിയ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ അബ്ര തുടങ്ങും. അബ്ര മീൻസ് കടത്ത് തോണി ഉള്ള സ്ഥലം. ഈ കടത്ത് തോണിയുള്ള സ്ഥലത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴാണ് അന്നത്തെ ദുബായ് പോലീസിൻ്റെ പോക്ക്. അപ്പം ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, വിസയില്ല, മറ്റു യാതൊരു രേഖകളും ഇല്ല, ഞങ്ങൾക്ക് സ്പോൺസർ ഇല്ല, ഒന്നുമില്ല, നടക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഇന്നത്തെ മമ്മൂട്ടി അഭിനയിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് പോലീസുകാരോട് വിവരം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ അവർ അന്ന് ഞങ്ങളെയൊക്കെ പോലീസ് അറബികൾ പറഞ്ഞിരുന്നത് മിസ്കീൻ എന്നാണ്, എന്ന് വെച്ചാൽ പാവങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇന്ന് അവർ പറയാ സിക്കിൻ എന്ന് പറയും, കത്തിയാണെന്ന് പറയും, മിസ്കീനല്ല സിക്കീനാണെന്ന് പറയും. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന മാതിരി ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയാൽ മതി, അതിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. അതുണ്ടെങ്കിൽ പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് പിന്നെ പിടിക്കത്തില്ല. പറഞ്ഞു വന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്ന് ഞാൻ വളരെ ടയേർഡായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം
ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര മഞ്ഞും അതേപോലെ എല്ല് തുളച്ച് കയറുന്ന തണുപ്പാണ്. ഇത് ആൾക്കാരെ പറഞ്ഞുകൊണ്ട് എന്തോ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിയ ആളെന്നാ പറഞ്ഞിട്ട് ഒരു നോവലോ കഥയോ എഴുതല്ല. അപ്പോൾ ഈ പോകുന്ന വഴിയിലെ സൈഡിൽ കംപ്ലീറ്റ് ക്രീക്കാണ്, കടലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ തണുത്ത കാറ്റും കൂടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമിക്കും. കോളറിൻ്റെ ബട്ടൺ വരെ ഇട്ടാൽ പോലും സഹിക്കാൻ പറ്റില്ല. സത്യമാണ് പറയുന്നത്, 3 റിയാലാണ് അന്നൊരു സ്വെറ്ററിന്. അത് വാങ്ങാൻ പോലും ഞങ്ങളിൽ കാശില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചെയ്തിരുന്ന പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന പോക്കിൽ ഏതെങ്കിലും ലാൻഡ് റോവറോ മറ്റോ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വെറുതെ കിടക്കുന്നുണ്ടായിരിക്കും. ഇന്നത്തെ പോലെ ഡോറിൽ ലോക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറച്ചങ്ങ് നടക്കുമ്പോൾ തണുപ്പ് വളരെ സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ആ വണ്ടിയിൽ കയറി വന്നിരിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ പറഞ്ഞ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ജോലി വേണ്ടാന്ന് വെക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടെ ഞാൻ ആ ജോലി ഉപേക്ഷിക്കുന്നു. ഇതിലേറ്റവും വലിയൊരു സംഭവം, ഇതിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പോലും ഒരു സന്തോഷമുള്ളൊരു സംഭവം, ഈ ജോലിക്ക് ശേഷം ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ട് ഷെയ്ഖിൻ്റെ മാനേജറായിട്ട് നല്ല ഒരാൾക്ക് പോലും സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത ജോലിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളും ഭാര്യയും കുടുംബവുമായിട്ട് ഈ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ല. കാരണം 15 ദിവസത്തെ ഒരു പരിചയമേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ സലാം ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ വിട്ടില്ലാണ്, കരയാതെ കരഞ്ഞു ആൾ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ജോലിയുടെ ഹണ്ടിങ്ങിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ സംഭവം.